നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയിക്കാൻ സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലിന് കഴിഞ്ഞിരുന്നു. 2-3 ഗോളുകൾക്കാണ് അവർ മെക്സിക്കോയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ ആൻഡ്രിയാസ് പെരേര, ഗബ്രിയൽ മാർട്ടിനെല്ലി, എൻറിക്ക് എന്നിവർ നേടിയ ഗോളുകളാണ് ബ്രസീലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. സാവിയോ, യാൻകൂട്ടോ, വിനീഷ്യസ് ജൂനിയർ എന്നിവരാണ് മത്സരത്തിൽ ബ്രസീലിന്റെ അസിസ്റ്റുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ മെക്സിക്കോ 2 ഗോളുകൾ നേടിക്കൊണ്ട് തിരിച്ചു വന്നെങ്കിൽ മത്സരത്തിന്റെ അവസാനത്തിൽ എൻറിക്ക് നേടിയ ഹെഡർ ഗോൾ ബ്രസീലിന് വിജയം സമ്മാനിക്കുകയായിരുന്നു. മത്സരത്തിൽ റിസർവ് ടീമുമായാണ് ബ്രസീൽ ഇറങ്ങിയിരുന്നത്. സ്റ്റാർട്ടിംഗ് 11-ൽ പല പ്രധാനപ്പെട്ട താരങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ ഒരു വിജയം നേടാൻ കഴിഞ്ഞതിൽ ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താൻ സംതൃപ്തനാണ് എന്നാണ് ഇതേക്കുറിച്ച് ഡൊറിവാൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു യുവനിരയെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കളിച്ചത്. 6 ട്രെയിനിങ് സെഷനുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നിട്ടും മികച്ച പ്രകടനം അവർ നടത്തി. മെക്സിക്കോ മികച്ച ഒരു എതിരാളികളായിരുന്നു. സ്റ്റേഡിയത്തിലെ സപ്പോർട്ട് മുഴുവനും അവർക്കായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ആരാധകരും മോശമായിരുന്നില്ല. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മത്സരത്തിലുള്ളത്. 90 മിനിറ്റിനിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടാനൊന്നുമില്ല. മാത്രമല്ല, ഞാൻ സംതൃപ്തനുമാണ്. ഇതാണ് ബ്രസീലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ 2 ഗോളുകൾ വഴങ്ങേണ്ടി വന്നു എന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മെക്സിക്കോ പലപ്പോഴും ഗോളവസരങ്ങൾ തുറന്നെടുത്തിരുന്നു. മധ്യനിരയിൽ നിന്നും ക്രിയേറ്റീവായ മുന്നേറ്റങ്ങൾ ഉണ്ടാവാതെ പോയതും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ അമേരിക്കയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാണാം.